9 മണിയായപ്പോഴത്തേക്കും എൻ്റെ ഫൈനൽ കോളെത്തി. എൻ്റെ ഉറക്കം പോകാനായിട്ട് ഞാനൊന്ന് കുളിച്ച് നോക്കി, ഒന്നും വർക്കൗട്ടായില്ല. ചുറ്റും എല്ലാവരും പഠിക്കുക, എനിക്ക് മാത്രം പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോയി ഇരിക്കുന്നുണ്ട്, എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. എനിക്ക് കരയാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നോക്കുവാണെങ്കിൽ എൻ്റെ ബ്രെയിൻ ഫുള്ള് ബ്ലാങ്ക് ആണ്. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് സോന, ഞാനൊരു നേഴ്സാണ്. എൻ്റെ വീട് പാലക്കാട് ജില്ലയിലാണ്. എൻ്റെ ജീവിതത്തിൽ ഈശോയെ പറ്റിയും ഞാൻ അനുഭവിച്ച ഈശോയെ പറ്റിയും ആ ഈശോയുടെ സ്നേഹത്തെ പറ്റി ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് ഈശോയെ പറ്റി നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ടൊരു ചെറിയ അവസരം കിട്ടിയതിനെ ഓർത്ത്. കാരണം എൻ്റെ ഈശോ എന്നെ അത്രത്തോളം നയിച്ചിട്ടുണ്ട്, അത്രത്തോളം എൻ്റെ കൂടെ എന്നെ ചേർത്ത് നിർത്തി എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ നഴ്സിംഗ് പഠനകാലത്താണ്. പഠിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി സ്ട്രെസ്സുണ്ട്, ഒത്തിരി ടെൻഷനുണ്ട്. എന്നെ പറ്റി ഓർക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ സ്ട്രെസ് എന്ന് ഓർക്കുന്നത് എൻ്റെ പഠനം തന്നെയായിരുന്നു. കാരണം എനിക്കൊരു ബലഹീനത ഉണ്ടായിരുന്നു, ഉറക്കമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ലായിരുന്നു, പഠിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം എൻ്റെ ഈ ഉറക്കം എന്നെ ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യുമായിരുന്നു. അറിയാം, നഴ്സിംഗ് എന്ന് പറയുന്നത് ഒത്തിരി വാസ്റ്റായിട്ടൊരു സിലബസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ഈ ഉറക്കം കാരണം എന്നെ ഒത്തിരി അത് ഡൗൺ ആക്കിയിട്ടുണ്ട്. കാരണം ഓർക്കുവാണെങ്കിൽ ഒരു ക്ലാസ് ടെസ്റ്റിന് പോലും നല്ലൊരു മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഒത്തിരി സന്തോഷത്തോടെ ഞാൻ പറയുവാണ്, ഞാനിപ്പോൾ ഒരു നേഴ്സായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഒത്തിരി പേരെ ശുശ്രൂഷ ചെയ്യുന്നൊരു നേഴ്സായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ പഠനകാലത്ത് എൻ്റെ ഈശോ എന്നെ അത്രത്തോളം ഉയർത്തി ഒരിക്കലും നാണം കെടാനായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടില്ല. ഒരു സപ്ലിമെൻ്ററി എക്സാം പോലും ഇല്ലായിരുന്നു എൻ്റെ ലൈഫിൽ, അത്രത്തോളം ഞാൻ പഠിക്കാതിരുന്നിട്ടും. ഒരു കുഞ്ഞു സംഭവം ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഓർക്കുവാണ്. ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം എന്നും ഉണ്ട്. സാധാരണ മനുഷ്യർക്ക് പരീക്ഷയുടെ തലേന്നുള്ള ദിവസങ്ങളിലെങ്കിലും പഠിക്കാൻ പറ്റാറുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കാര്യം ഓർക്കുവാണെങ്കിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ പരീക്ഷയുടെ തലേന്നുള്ള സമയം പോലും ഈ ഉറക്കം എന്നെ ഒത്തിരി അലട്ടിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഉറങ്ങുന്ന സമയമാണെങ്കിൽ പോലും ഞാൻ ആകെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ പഠനത്തിന് മുമ്പ് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഒത്തിരി പ്രാർത്ഥനകളുണ്ടായിരുന്നു, വചനം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, ഒത്തിരി വിശുദ്ധരോട് പ്രാർത്ഥിക്കുമായിരുന്നു, കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കുഞ്ഞു സംഭവമാണ്. 3rd ഇയർ ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു വലിയ സബ്ജക്റ്റ് ഉണ്ട്. ഒത്തിരി വാസ്റ്റാണ് അതിൻ്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് തലേന്ന് ഒരു ദിവസം മാത്രമേ അതിന് സമയമുള്ളൂ. ബാക്കി എല്ലാവരും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക, ചുറ്റും എല്ലാവരും പഠിക്കുക, എനിക്ക് മാത്രം പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോയി ഇരിക്കുന്നുണ്ട്, പക്ഷേ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒന്നും ചെയ്യുന്നില്ല. പഠിച്ചിട്ട് വായിച്ചിട്ട് എൻ്റെ മനസ്സിലൊന്നും കയറുന്നില്ല. എനിക്ക് ഒത്തിരി സമയം വേണം പഠിക്കാനായിട്ട്. ഒത്തിരി ശ്രമിച്ചു, എൻ്റെ ഉറക്കം എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പല കാര്യങ്ങൾ ചെയ്തു, എഴുന്നേറ്റ് നടന്നു, എൻ്റെ ഉറക്കം പോകാനായിട്ട് ഞാനൊന്ന് കുളിച്ച് നോക്കി, ഒന്നും വർക്കൗട്ടായില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും എൻ്റെ സങ്കടങ്ങൾ കാരണം ഞാൻ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സമയം ഒത്തിരി കടന്നുപോയി. ആ ഒരു ദിവസത്തെ ഒരു സമയം, എത്ര 24 മണിക്കൂർ മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചു തീർക്കാനായിട്ട്. ഒത്തിരി ഉണ്ട്, 10-14 ചാപ്റ്ററോളം ഉണ്ട് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട്. പക്ഷേ വല്ലപ്പോഴും അവിടുന്ന് ഇവിടുന്ന് പഠിച്ച കുറച്ച് ടോപ്പിക്കുകളല്ലാതെ ഒന്നും എൻ്റെ മനസ്സിലില്ല. നോക്കുവാണെങ്കിൽ എൻ്റെ ബ്രെയിൻ ഫുള്ള് ബ്ലാങ്ക് ആണ്. അങ്ങനെ സമയം ഒത്തിരി കടന്നുപോയി. ബാക്കി എല്ലാവരും ഉറക്കമൊളച്ച് ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുവാണ്. 9 മണിയായപ്പോഴത്തേക്കും എൻ്റെ ഫൈനൽ കോളെത്തി. ഞാൻ ഉറക്കത്തിലേക്ക് വീണുപോയി. എന്നാ ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഓർക്കുമ്പം ഒരു 2 മണി 3 മണി സമയമായപ്പോൾ ആരോ എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച പോലെ തോന്നി. ഞാൻ എഴുന്നേറ്റു, ഫ്രഷായി. സ്ഥിരം 3 മണിക്കുള്ള കരുണക്കൊന്ത ചൊല്ലി ഞാൻ വന്നിരുന്നു പഠിച്ചു. കൂടിപ്പോയ 10 ടോപ്പിക്, അതിൽ കൂടുതലൊന്നും നമുക്ക് ആ സമയം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. ദിവ്യബലിയുണ്ട്, പരിശുദ്ധ കുർബാനയ്ക്ക് പോയി. തിരിച്ചു വന്ന് എന്താ പഠിക്കേണ്ടതെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ അറിയില്ല. ടോപ്പിക്കുകൾ ഇഷ്ടം പോലെയുണ്ട്, എന്നാ എവിടെന്നാ എങ്ങനെയാ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, എൻ്റെ സമയം തീർന്നു, ഇനി എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇതുവരെ സപ്ലിമെൻ്ററി എക്സാംസ് ഇല്ലാതെ നീ എന്നെ കൊണ്ട് നടന്നു. ഈ ഒരു പരീക്ഷയ്ക്ക് ഞാൻ ഇനി എന്നാ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഒരു സപ്ലി വന്നു കഴിഞ്ഞാൽ എങ്ങനെ പഠിച്ചെടുക്കണമെന്ന് എനിക്കറിയത്തില്ല. ഈശോയെ, ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഒന്നും ചെയ്തില്ല, പ്രാർത്ഥിച്ചു. സ്ഥിരമുള്ള പ്രാർത്ഥനകൾ ചാപ്പലിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ക്യാമ്പസിൽ എൻ്റെ എക്സാം ഹാളിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നു. അറിയാം, കൂട്ടുകാരെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ആകെ ചെയ്യാവുന്ന ഒരു കാര്യം, വായിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. കൂട്ടുകാരോട് ഓരോരുത്തരോടായിട്ട് ചെന്ന് ഓരോരോ ടോപ്പിക്കുകൾ ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താ പഠിക്കുന്നത്, നിങ്ങൾ എനിക്കതൊന്ന് പറഞ്ഞു തരാമോ? ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ സ്വരുക്കൂട്ടി ധൈര്യം സംഭരിച്ചു. ധൈര്യമല്ല, സത്യം പറഞ്ഞ പേടിയാണ്. കണ്ണുനീരോടുകൂടിയാണ് എക്സാം ഹാളിൽ കയറി പിന്നെയും അവിടെയും എൻ്റെ കരുണക്കൊന്ത ഞാൻ ചൊല്ലി. ആ സമയം കൊണ്ട് എന്താണ് എൻ്റെ കൂട്ടുകാരെനിക്ക് പറഞ്ഞു തന്നതെന്നൊരു ഐഡിയ മാത്രം എൻ്റെ മനസ്സിലുണ്ടാക്കി. അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു.
എനിക്ക് കരയാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഞാൻ ആ 4 മണി മുതൽ എഴുന്നേറ്റ് പഠിച്ച കുറച്ച് ടോപ്പിക്കുകളും എൻ്റെ കൂട്ടുകാർ എനിക്ക് ഷെയർ ചെയ്തെന്ന ടോപ്പിക്കുകളും, ഈ കൂട്ടുകാർ ആ സമയത്ത് എനിക്ക് പറഞ്ഞു തരാനായിട്ട് വില്ലിങ് അല്ലായിരുന്നെങ്കിൽ, അവരത് പഠിക്കാനായിട്ടുള്ള ഒരു കാര്യം എടുക്കുമായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ആ പരീക്ഷയ്ക്ക് പാസ്സാവാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ആ 3rd ഇയർ ഞാൻ നോക്കുവാണെങ്കിൽ എൻ്റെ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളൊരു സബ്ജക്റ്റാണ് അത്. ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്നെപ്പോലെ ഇതുപോലെ ഓരോ ബലഹീനതകളിൽ സങ്കടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഈ ജീവിതത്തിൻ്റെ ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു തിരുവചനമുണ്ട്. 2 കൊറിന്തോസ് 12:9. നിനക്കെൻ്റെ കൃപ മതി, കാരണം ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച എൻ്റെ ഈശോ. ഈ ഒരു സമയത്ത് എനിക്ക് പറയാനായിട്ടൊരു കാര്യമുണ്ടെങ്കിൽ, ഒരു കാര്യം എന്ന് പറയുന്നത്, ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കാനായിട്ട് എപ്പോഴും ഈശോ തന്നെ എനിക്കൊരു അവസരം തന്നിട്ടുണ്ട്. ഒരിക്കലും അതൊരു നഷ്ടമായിട്ട് പോയിട്ടില്ല. ഞാൻ എൻ്റെ ഈശോയെ കൂടുതൽ പരിചയപ്പെടുന്നത് ജീസസ് യൂത്തിലൂടെയാണ്. ഫസ്റ്റ് ഇയർ മുതൽ ഞങ്ങളുടെ കോളേജിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ ജീസസ് യൂത്ത് ഉണ്ട്. അതിലൂടെയാണ് ഞാൻ എൻ്റെ ഈശോയായിട്ട് ഒത്തിരി അടുക്കുന്നത്. ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, ഈശോയെ മനസ്സിലാക്കാനായിട്ട് ഒത്തിരി സമയം, ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. ഈശോയും അത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആകെ ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കോളേജിൽ ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു, അവിടെ പോയിരിക്കും, ഈശോയുടെ കുറച്ച് നേരം അല്ലെങ്കിൽ കുറേ നേരം ഈശോയുടെ മുമ്പിൽ പോയിരിക്കും, പാട്ട് പാടും, ഈശോയുടെ എൻ്റെ കാര്യങ്ങളൊക്കെ പറയും, കുറേ നേരം സൈലൻ്റ് ആയിരിക്കും. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പം ആ ഒരു സ്നേഹത്തെ പറ്റിയുള്ള ഒരു റിയലൈസേഷൻ കൊണ്ട് നിറയുവാണ്. ആ സന്തോഷം എന്താണെന്നുള്ളത് നിറയുക. നിങ്ങളും അത് അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ ആ സ്നേഹം എന്താണെന്നും എങ്ങനെയാണ് ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നതെന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ ഒരു സമയമില്ല. പ്രശ്നങ്ങൾ എന്നും ഉണ്ടാവും. പക്ഷേ ആ പ്രശ്നങ്ങളിൽ ഈശോ കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്ര മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം വേറെ ഒന്നും പറയാനില്ല. ഇതാണ് എൻ്റെ ഈശോ എനിക്ക് തന്ന സ്നേഹവും ഞാൻ എൻ്റെ ഈശോയിലൂടെ അനുഭവിച്ച എൻ്റെ സ്നേഹവും. നമുക്ക് ഒത്തിരി ബലഹീനതകൾ കാണും. ഒന്നും പേടിക്കണ്ട. നിൻ്റെ ബലഹീനത നീ കർത്താവിൽ ഏൽപ്പിക്കുക. കർത്താവ് ഏറ്റവും മനോഹരമായിട്ട് അതിനെ പൊതിഞ്ഞ്, കർത്താവിൻ്റേതായിട്ട് ആ ബലഹീനതയെ സ്വീകരിച്ച് ആ ബലഹീനതയിൽ വന്ന് പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളും ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.